തീർന്ന് ദേ ഞാൻ പല പല കാഴ്ചകൾ കാണിച്ചു തരാൻ വന്നതാണ്. ആ കാഴ്ചകളുടെ ഇടയ്ക്ക് എന്നെ നിങ്ങൾ കണ്ടെന്ന് വരില്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതെന്നാ കഴിഞ്ഞ് ഈ ചുമയോട് കൂടി ഞാൻ തീരുന്നതാണ്. ഞാൻ തീർന്ന് ദേ ഞാൻ പല പല കാഴ്ചകൾ കാണിച്ചു തരാൻ വന്നതാണ്. ആ കാഴ്ചകളുടെ ഇടയ്ക്ക് എന്നെ നിങ്ങൾ കണ്ടെന്ന് വരില്ല. നിങ്ങൾ പല പല കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ണിനെ കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ, എനിക്ക് സന്തോഷം തരുന്ന കുറേ കാഴ്ചകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ അതിലൊന്നാമത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ പ്രാണിക്കുട്ടി, നമ്മുടെ പ്രാണിയുടെ 2 കുട്ടികളും, കുറേ കുട്ടികളുണ്ടായിരുന്നു. ഓരോന്നായിട്ടൊക്കെ പോയി. അപ്പോൾ 5 കുഞ്ഞുങ്ങൾ 6 കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുനടക്കാനായിട്ടൊരു പൂച്ചയ്ക്ക് പറ്റില്ലല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാലൊന്നും കുടിക്കത്തുമില്ല. വണ്ടിയിൽ കയറിയൊക്കെ പോകുമ്പം പൂച്ചക്കുഞ്ഞുങ്ങൾ കയറി വണ്ടിയുടെ ബാറ്ററിയിലൊക്കെ കയറി ഇരുന്നിട്ട് എയിലെങ്കിലൊക്കെ പോകും. ഇതോ ആൻസൂട്ടൻ ഉറക്കത്തിലിരിക്കുന്നു. അവനെ ഞാൻ ഉറങ്ങാൻ കിടന്നവനെ വിളിച്ചോണ്ട് വന്നു. ഞാനൊരു കൂട്ടം കാര്യം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൊടുക്കാലോ എന്നും പറഞ്ഞ് കൊണ്ടുവന്നാ. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഇത് ചേച്ചി തന്നു വിട്ടതാണ്. ചേച്ചിയുടെ വീട്ടിലുണ്ടായതാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫ്. നമ്മൾ തറവാട്ടിൽ പോയപ്പോൾ അതിൻ്റെ അടുത്താണ് വീട്. പിന്നെ ഒരു കാഴ്ചയാണ് കേട്ടോ, ഫാനൊക്കെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ കിടക്കുന്ന ഒരു കുട്ടി. ഇത് ഒരു കാഴ്ച. ഇത് വേറൊരു കാഴ്ച. ഇത് എവിടെ നിന്നാണെന്നറിയാവോ? ഇത് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായതാണ് കേട്ടോ. ഞാനിന്ന് ബസ് ഫെയർ അടയ്ക്കാനായിട്ട് പോയതാണ്. ഞങ്ങൾക്ക് ബസ്സിനൊക്കെ കാശൊക്കെ അടയ്ക്കണം കൂട്ടുകാരെ. അവിടെ കമ്പിളി നാരങ്ങ ബബ്ലൂസ് നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ചതാണ്. ഞാനും വേറൊരു ടീച്ചറും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ 2 പറിച്ച ഒരെണ്ണം ഞങ്ങൾ ഓഫീസിൽ പൊട്ടിച്ചതിൻ്റെ ബാക്കി ഞാൻ നിങ്ങളുടെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. വേണോ? വേണ്ടേ? അതെന്നാടോ ഒരു പൂച്ച വിളിക്കും. പിന്നെ ഇവന് ഞാനൊരു കൂട്ടം കാര്യം, നീ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കടാ. അതിൻ്റെ മുകളിൽ നിന്ന് എടുക്ക ആയിരിക്കണം. ആ നീ തുറക്കടാ, എൻ്റെ കൈ തരാതെ. അവിടെ കൊണ്ടുവച്ച് തുറക്ക. ഇവിടെ ഇവന് വേണ്ടിയാ വാങ്ങിയതാ. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവൻ ഇവിടെ എങ്ങും ഇല്ല. അവ സൈക്കിളും എടുത്തിട്ട് കറങ്ങാൻ പോയി, ട്യൂഷന് പോലും പോകാതെ. എനിക്ക് സങ്കടം വരുമോ ദേഷ്യം വരുമോ? നിങ്ങളെ അങ്ങനെ പിള്ളേരെ അങ്ങനെ പെരുമാറിയ നിങ്ങളെങ്ങനെയായിരിക്കും തിരിച്ച് പെരുമാറുക എന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഓരോന്നോരോ നിങ്ങൾ എടുത്ത് വെക്കടാ. എന്തൊക്കെയാ നോക്കട്ടെ. അങ്ങോട്ട് വെക്ക. അതെന്നാടാ? പഴംപോളി. ഞാൻ അടുത്തത് അത് പൊട്ടിച്ച കവർ പൊട്ടിച്ച. അത് പിസ്സ, നെയ്യപ്പം. നല്ല മഴയാണല്ലോ ചേട്ടാ. അതൊരു പാക്കറ്റ് ബണ്ണ് അനുസരിച്ച് ഇഷ്ടമാണ്. നെയ്യപ്പം എനിക്കിഷ്ടമാണ്. പഴംപോളി എനിക്കും ചേട്ടനും ഇഷ്ടമാണ്. പിസ്സ അവനാണ്. അത് നിനക്കിഷ്ടമാണോടാ? പാലുണ്ട്, ചൂടാക്കിയാൽ കുടിക്കാവോ? ഇപ്പം കുടിക്കുവോ? ഓക്കെ. അത് കരഞ്ഞോട്ടെ. അതിന് വിശന്നിട്ട് അതിന് 2 ഡോഗ് ഫുഡ് ഇട്ട് കൊടുത്താൽ മതി അവിടെ നിന്ന്. ബാ പോ 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 പോ. കപ്പ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതാണ് ഈ കിടക്കുന്നത്. വിശന്നിട്ട് അല്ലാണ്ട് ചുമ്മാ കരഞ്ഞോണ്ട് നടക്കണമല്ല. ചേട്ടന് പൂച്ചേനെ വളർത്താനറിയാം. പൂച്ചയ്ക്ക് വിശക്കുന്നാലും പറഞ്ഞൂടാ. തിന്നോ. ദാഹിക്കണ്ടോ പിള്ളേരെ?
അവർക്ക് എന്നാ പാത്രത്തിൽ വെള്ളം കൊടുക്കും? ചേട്ടാ, ഇവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി എനിക്കൊരു പാത്രം തരുമോ? എന്ത് പാത്രം കൊടുക്കും? ആ കൊച്ചെന്തിയേ? അതിനകത്ത് വല്ല പാത്രമുണ്ടോ? ഇവിടെ നിന്നാണ് ഞാനുള്ള വെള്ളം എടുത്തെടുത്ത് തീർന്ന്. ഇതെന്നാ? ഞാനത് അതിനകത്ത് വെച്ചില്ലായിരുന്നല്ലോ, പിന്നെ ആരും അതവിടെ കൊണ്ടുവച്ചേ? ഒരു പൊട്ടിയ പാത്രമുണ്ട്, അടപ്പ് പൊട്ടിയതാ. ഇതിങ്ങ് എടുക്കട്ടെ? ഇത് അടപ്പ് പൊട്ടിപ്പോയതാ. ഇങ്ങനത്തെ പാത്രമൊക്കെ 30-40 രൂപ കൊടുത്താൽ കിട്ടൂലേ. ഇതിനകത്ത് വെള്ളം കൊടുക്കാം. ഉള്ള ചോറ്റുപാത്രം മൊത്തം ഞാൻ എടുത്തു. എന്നാ ദാഹിച്ചാലേ ഈ വെള്ളം കുച്ചോട്ടോ. എന്നാ കുച്ചോ കേട്ടോ. ഇവിടെ വാ, വെള്ളമുണ്ട് ഇവിടെ. വാടാ. പേരിട്ടിട്ടില്ല ഈ പിള്ളേർക്ക്. ആവശ്യത്തിന് വെള്ളവും കുടിച്ച് ആഹാരവും കഴിക്കട്ടെ. അത് കഴിച്ചാൽ ദാഹം കൂടുതലായിരിക്കുമേ. കഴിക്കട്ടെ. ഞങ്ങളെ ഭയങ്കര പ്ലാനിങ്ങിൽ ഞങ്ങൾ വന്നതാ. വൈകുന്നേരം കപ്പയൊക്കെ പുഴുങ്ങി മത്തിയൊക്കെ ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട്. പക്ഷേ ടൈം ഉണ്ടാവുമോ? മത്തി നന്നാക്കിയ മത്തിയാ. 10:15. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു കൈസ്. ഇവിടെ എല്ലാം കഞ്ഞിവെള്ളം ചാടി കിടക്കുക. ഞാൻ കഞ്ഞി അടുപ്പത്ത് വെച്ചു. ചേട്ടൻ അറിഞ്ഞു പോലുമില്ല. നെയ്യ് വാങ്ങാൻ പോയിട്ട് അതും കിട്ടിയില്ല. എന്തൊരവസ്ഥയാന്ന് നോക്ക എൻ്റെ. നിനക്ക് വല്ലതും പറയാനുണ്ടോ? നീ നോക്കാൻ വന്നേക്കണേ? ഇല്ലേ? ഞാൻ കുഞ്ഞുങ്ങളെ പ്രാണീനെ അവിടെ 2 തുണിയും കൊണ്ടിട്ട് അവിടെ കൊണ്ട് കിടത്ത. എന്നിട്ട് ആ വാതിലും കടച്ചേരെ നിൻ്റെ മുറിയിലേ. ആൻസൂട്ട പിസ കഴിക്കുമോ? എനിക്ക് വേണ്ടോ. ഇത് പൊട്ടിക്കാൻ ഇച്ചിരി മല്ല. ചേച്ചി തന്ന റംബൂട്ടാനേ. വാതിൽ തുറന്നു തന്നോ? ഈ പൂച്ചയ്ക്കേ തീറ്റ കഴിയുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം. ഇതൊക്കെ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാനാ. വാതിൽ തുറന്നു കൊടുക്കാനാ. നോക്ക ഒരു കുഞ്ഞെന്തേ. എന്നാ പൊക്കോ. എനിക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങളവിടെ ഇരുന്നോളാം. ഇച്ചിരി കഴിയുമ്പോൾ കയറി വന്നേ. വാതിൽ ഞാൻ തുറക്കും. അതിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതെ, ഈ 2 കൈ കൊണ്ട് ഞെക്കിയാൽ റംബൂട്ടാൻ പൊട്ടും. ഞാൻ ഒരു കൈ കൊണ്ട് ഞെക്കി ഞാൻ 2 കൈ കൊണ്ട് ഒരു റംബൂട്ടാൻ ഞെക്കിയപ്പോൾ പൊട്ടി. ഓരോ ഞെക്കിയപ്പോൾ പൊട്ടിയില്ല. അല്ല കേട്ടോ, വിളിച്ച റംബൂട്ടാൻ വിറ്റു. ബാക്കിയൊക്കെ ഉള്ളത് പഴുത്തതൊക്കെ പറിച്ചത് കൊണ്ടു തന്നതാ. മൂക്കാത്ത റംബൂട്ടാനൊരു കയ്പ. വെറുതെ അല്ല പൊട്ടാത്ത. ഈ റംബൂട്ടാൻ്റെ കുരു കഴിച്ചിട്ടുണ്ടോ? ബദാം പരിപ്പിൻ്റെ ഒരു ടേസ്റ്റാണ്. നീ എന്നാ റംബൂട്ടാൻ കണ്ടിട്ട് തിന്നാഞ്ഞേ? തിന്നുവാണോ? എനിക്ക് തോന്നുന്നു ഈ റംബൂട്ടാൻ മരം നടാത്ത ഒരേ ഒരു വ്യക്തികൾ ഞങ്ങളായിരിക്കും കേട്ടോ. ഏത് വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് നിൽക്കുമ്പോഴും റംബൂട്ടാനുണ്ട് എവിടെ ചെന്നാലും. ഞാൻ കാര്യം
അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോൾ റംബൂട്ടാൻ പാകി നിർത്തിയായിരുന്നു. ഞാനല്ല, അമ്മച്ചി. ഇവിടെ അത് കൊണ്ട് നട്ടെങ്കിലും അത് മൊത്തം ആ വേനൽ വന്നപ്പോൾ കരിഞ്ഞു പോയി. പട്ടിക്കുഞ്ഞുങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട്. പട്ടിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൂട് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ്. നമ്മളെന്താണെങ്കിലും കൂട് സെറ്റ് ചെയ്ത് കൊടുക്കും, കൊടുക്കാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ അവരെ നമ്മളിങ്ങനെ അഴിച്ചു വിടുവാണ്. അവരുടെ ഇഷ്ടത്തിന് വന്ന് കയറിയിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അവരങ്ങനെ അധികം നേരം ഓടി നടക്കില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടം അതിനകത്തൊന്ന് കുഞ്ഞുകൂടി ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളായതുകൊണ്ടേ അവനിങ്ങനെ ചേർന്നിരിക്കും, തണുപ്പ് കിട്ടാൻ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്ത് ചെയ്യണം ചേട്ടാ? ഞാൻ എന്ത് ചെയ്യും? ചോറാണോ കഴിക്കണേ നമ്മള്? എനിക്ക് ചായ ഉണ്ടാക്കി തരാമോ ചേട്ടാ? അപ്പൊ മീൻ ഞാൻ താഴെയാ വെച്ചേക്കണേ. അന്നേരത്തെ കട്ട കൂടി പോവില്ല ചേട്ടാ. കക്കയിറച്ചി താഴെ വെക്കണം. ഞാൻ നാളെ കക്കയിറച്ചി വേവിച്ചോണ്ട് പോക്കോളാം. കപ്പ നാളെ വൈകുന്നേരം വന്ന് ഉണ്ടാക്കാനാണോ? മത്തിയും കപ്പയും? ഞാനൊരു ചായ ഇട്ട് കുടിക്കാം. കട്ടനല്ല, ഈ പാല് പോയി കാണോ ചേട്ടാ? ഇത് ഈ പാല് എന്നാ എനിക്ക് ചായ ഇട്ട് തരാവോ? ചായയോ പാലായിട്ട് തന്നാലും മതി. പാല് മതി, പാലും പഴംപോളി. ചോറ് വേണമെങ്കിൽ ഒരു ഇച്ചിരി കഴിക്കാം, അത്രേ ഉള്ളൂ. അരി അരയ്ക്കാനുണ്ടല്ലേ? അരി ഇഡലി ഉണ്ടാക്കാനായിരുന്നു. 4 ഇഡലി ഇരിപ്പുണ്ട്. ആ മാവിന്റെ കൂടേക്ക് അരച്ചിടാൻ ഇച്ചിരി അരി എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ കൂടേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുളിച്ചോളും നന്നായിട്ട്. ആ അത് കുഴപ്പമില്ല. നാളെ രാവിലെ ഇഡലി കിഴങ്ങേറിയും കൂടെ ഉണ്ടാക്കാന്ന് ഓർത്താ. ഇഡലി കഴിക്കണം, നല്ലതാ. എന്താണെന്നറിയോ? വയറ്റിൽ നിന്ന് പോകും, ദഹനം നടക്കും. അങ്ങനെ നമ്മളിപ്പം ചേട്ടൻ പറഞ്ഞ വഴിച്ചേട്ടൻ കാലിൽ പൊട്ടിച്ച് തന്നു. കഴിയാറുന്നോ? കിച്ചൺ ടവല് ഒരെണ്ണം വാങ്ങണം, ഒരു റോളോടെ. വാ ഓരോണ്ടേ ഉള്ളു. വെള്ളം ഒഴിക്കണം. ഉണ്ടാക്ക. ചേട്ടൻ എനിക്ക് പാലൊക്കെ ചൂടാക്കി തന്നു. കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ. ചേട്ടൻ നല്ല ബീഫ് കറിയും പിന്നെ എന്തോ ചേട്ടാ ബണ്ണും കഴിക്കുക. ഇതാണ് ലഘു, ബീഫ് കറിയാ. ബീഫ് കറി ബണ്ണും അതാണ് ലഘു ഭക്ഷണം. ലഘു ഗുരു. ഞാൻ ബീഫ് തിന്നാൻ വന്നതാ. കഴിച്ചില്ലായിരുന്നു. ഫ്രൈയാ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടോ? ആ കൂട്ടിൽ എന്നെ കേട്ടായിരിക്കണേ. ആ ഓ ചൂടാക്കി വെച്ചതാണോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ.
അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനടുത്ത് ഞാൻ പഴംപോളി വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ എന്ന്. അപ്പോൾ ഇതാ കുറച്ച് ബീഫ് കറി എടുത്തിട്ട് പഴംപോളിയുടെ കൂടെ കഴിച്ചു നോക്കും. കുറേ നാളായി എന്നും ഞാൻ ഓർക്കാറുണ്ട് ബീഫ് വയ്ക്കുമ്പോൾ പഴംപൊരി ഉണ്ടാക്കിയിരുന്നെങ്കിലും കേട്ടോ. ഹായ്, ഞാനേ പഴംപൊരിയും ബീഫും കഴിച്ചിട്ട് പോയതാ. ബാക്കി പറയാനായിട്ട് മറന്നുപോയി. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാലേ ഫാമിലിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വീഡിയോ എവിടെ, ഫോൺ എവിടെ എന്നൊന്നും നമ്മളങ്ങ് ഓർക്കത്തൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം കോളേജിൽ നിന്നാണെങ്കിൽ ക്ലാസ്സൊക്കെ എടുത്ത് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇപ്പം 4 സെമസ്റ്റർ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. 4 സെമസ്റ്റർ അല്ല, 2 സെമ്മിലെ 4 ബാച്ചിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഫുൾ ടൈമും ഓൾമോസ്റ്റ് ഫുൾ ടൈമും ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. എങ്ങനെ പോയാലും ഒരു 3 അവർ എന്താണൊരു ക്ലാസ് ഉണ്ട് ഡെയിലി. അപ്പോഴത്തേക്കും നമ്മൾ മടുത്തൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ വീഡിയോയുടെ കാര്യമൊക്കെ ഞാനങ്ങനെ മറന്നുപോയി. പിന്നെ വീഡിയോയുടെ ലെങ്ത്തൊക്കെ ഇച്ചിരി കുറയ്ക്കാമെന്ന് വെച്ചു. കാരണം ഒന്നാമത് എല്ലാവരും നമ്മുടെ വീഡിയോ ടച്ചിനിരുന്ന് കാണുന്നവരാണ്. അപ്പം അവരെ അങ്ങോട്ട് അരമണിക്കൂർ ഇരുത്തുന്നത് അങ്ങനെ ശരിയല്ലല്ലോ. അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് കൂടുതൽ ഇരുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കട്ട് എഡിറ്റിങ്ങും അങ്ങനെയൊന്നും അധികം ചെയ്യാറില്ല. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ആ സമയത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം ഈ ഭാഗം കൊള്ളില്ല എന്നാൽ പിന്നെ ഇതങ്ങ് കളഞ്ഞേക്കാം, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല, പണ്ട് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാനൊരു മടിച്ചയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് വയ്യ. പിന്നെ വേറെ ആരും വീഡിയോ എടുത്ത് തരാനില്ല, എഡിറ്റ് ചെയ്ത് തരാനില്ല, ഒന്നുമില്ല. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്നെല്ലാം തുടങ്ങിയതല്ലല്ലോ. 2017 മുതൽ ഞാൻ യൂട്യൂബിനകത്തുണ്ട്. 10 വർഷമാകാൻ പോകുന്നു. പക്ഷെ അന്നും അങ്ങനെ ഇത്ര സീരിയസ് ആയിട്ടൊന്നും നമ്മൾ വീഡിയോ ഇടാറില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ സത്യത്തിൽ ഇട്ട് തുടങ്ങിയത്. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതായത് എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാച്ച് അവർ, എങ്ങനെയാണ് ഇതിൻ്റെ വ്യൂസ് കയറി വരുന്നതെന്നൊക്കെ അറിഞ്ഞേ പിന്നെ കയറുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്നൊരു പ്രചോദനം കൈക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ അങ്ങ് നിന്ന് പോയത് കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളെ കേൾക്കാൻ കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാലോ എന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പം കേൾക്കുന്നവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർക്കും, കമൻ്റ് ഇടാതെ വീഡിയോ മാത്രം കണ്ടു പോകുന്നവർ, കമൻ്റ് ഇടുന്നവർ, നെഗറ്റീവ് കമൻ്റ് ഒരു 3-4 കമൻ്റ് ഒരാൾ തന്നെ ഇട്ടാലും ഞാൻ അപ്പം തന്നെ വിളിച്ച് ഹൈഡ് ചെയ്ത് വിടും. പിന്നെ എൻ്റെ ചാനൽ അവർ കാണുന്നുണ്ടെന്നേ. അവർക്ക് വേണമെങ്കിൽ കാണാതിരിക്കാം, പക്ഷെ അവർ കാണും. എന്നിട്ട് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോസിനും വന്ന് കുറ്റം പറയുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വിടും. അവർ പിന്നെ എൻ്റെ ലോകത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തരുന്നവരുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കും. മഴ ആയതുകൊണ്ടുള്ള ഈച്ചയിലാണ് കയറുന്നത്. എവിടെ നീച്ച വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ ശേഷം പുറത്ത് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.